സൂക്ഷിക്കാൻ നിങ്ങൾ നേതൃത്വം നൽകണം എന്ന് ഒന്നാമതായി മദീനയിലെ ഗവർണർക്ക് എഴുതുന്നു. മദീനയിൽ താൻ തന്നെ നിയമിച്ച ഗവർണറാണ് മഹാൻ അബൂബക്കർ ഇബ്നു ഹസ്ം. ഈ താബിഈ പണ്ഡിതന് അതോടൊപ്പം ഭരണാധികാരിയായി ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ പ്രതിനിധിയായി മദീനയിൽ ഭരണം നടത്തുന്ന ഭരണാധികാരി അദ്ദേഹത്തിന് നൽകുന്ന നിർദ്ദേശം മുത്തുനബിയുടെ മദീനയാണ് സ്വഹാബികളുടെ ഇന്നത്തെയും സങ്കേതം. വർഷാന്തവും ആഴ്ചാന്തവും മാസാന്തവും മുത്തുനബിയുടെ തിരുഹദ്റത്തിൽ വരുന്ന സ്വഹാബാക്കൾ മദീനയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കടന്നു വരിക. അതുകൊണ്ട് മദീനയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ ദൗത്യം നിർവഹിച്ചാൽ വളരെ പെട്ടെന്ന് സാധിക്കും. അധികം പേരും ഇരിക്കുന്നത് മദീനയിലാണ്. അതൊക്കെ രേഖപ്പെടുത്തി വെക്കണം. ഉള്ള സ്വഹാബികളൊക്കെ താബിഈകൾക്കും ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കും പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മുഴുകണം. ഇതവിടേക്ക് മാത്രമല്ല, തന്റെ കീഴിലുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും അദ്ദേഹം എഴുതി. ഈ നിർദ്ദേശത്തോടൊപ്പമാണ് വിശുദ്ധ ഖുർആനിന് പുറമെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും രേഖപ്പെടുത്തിയിട്ടുണ്ടായത്. ഈ രേഖപ്പെടുത്തൽ എവിടെ എത്തി? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളായി നബിയുടെ സ്വഹാബാക്കൾ എന്തെല്ലാം പഠിച്ചിരുന്നുവോ അതൊക്കെയും അവർ ലഭിച്ചിടത്തോളമുള്ള ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു. സ്വഹാബാക്കളിൽ ചെറുപ്പക്കാർ അബൂ ഹുറൈറ, അനസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ, ഇബ്നു അബ്ബാസ് എന്നവർ, ഇബ്നു മസ്ഊദ് എന്നവർ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്വഹാബികളെല്ലാം മുൻപേ വിവിധ ദേശങ്ങളിലേക്ക് ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഇസ്ലാമിക ഭരണം ലോകത്തൊക്കെ നടപ്പാക്കുന്നതിന് വേണ്ടി, മുസ്ലിമീങ്ങൾ എന്ന അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകൾ വന്നിട്ട് അള്ളാഹുവിന്റെ ദീന് കൊണ്ട് രക്ഷപ്പെട്ട് അവരുടെ പരലോകം നന്നാകാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് ഇസ്ലാമിന്റെ പ്രചാരണാർത്ഥം പോയിട്ടുള്ള സ്വഹാബാക്കളിലെ പ്രധാനികളെല്ലാം അവിടങ്ങളിലിരുന്നു കൊണ്ട് അത് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടവരൊക്കെ ഈ മാർഗം സ്വീകരിച്ചു. സ്വഹാബാക്കളുടെ ഹദീസുകളൊക്കെ താബിഈങ്ങളിലേക്ക് മിക്കവാറും കൈമാറപ്പെട്ടു. ലഭിച്ചതൊക്കെ എന്നാൽ തന്നെ മുഴുവൻ കിട്ടിയെന്ന് നമുക്ക് പറയാനാവില്ല. ആവുന്നിടത്തോളം ക്രോഡീകരണം എന്തായാലും അത്യാവശ്യം കുറയുന്നതാണ്. ഈ നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശ്രമം ഉണ്ടായിരുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകൾ ലഭിക്കുമായിരുന്നോ? ഇല്ല തന്നെ. ഇവിടെ എന്ത് സാധിക്കുന്നു? അള്ളാഹുവിന്റെ റസൂലിലൂടെ അള്ളാഹു തആല എന്താണോ ലക്ഷ്യമാക്കിയത്, ഒന്ന് വിശുദ്ധ ഖുർആൻ എന്നേക്കുമുള്ള വഴികാട്ടി, ഹുദൽ ലിന്നാസ് മാനവകുലത്തിന്റെ വഴികാട്ടി. മാനവകുലം എന്നത് ഖിയാമത്ത് നാൾ വരെയുള്ള നമ്മളൊക്കെ അടക്കമുള്ള ജനങ്ങളല്ലേ? ലോകത്ത് മുഴുവൻ ജനങ്ങൾക്ക് വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഇത് സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ സാധിച്ചു. സ്വഹാബാക്കളിലൂടെ തന്നെ താബിഈ പ്രമുഖരിൽപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന ഖലീഫയുടെ നിർദ്ദേശത്തിലൂടെ ഹദീസുകളുടെ ക്രോഡീകരണവും നടക്കുന്നു. അങ്ങനെ ഹദീസുകൾ പഠിപ്പിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്തു വന്നതിലൂടെ ഖുർആനും സുന്നത്തും എന്ന് നമുക്കിന്ന് പറയാൻ പറ്റുന്ന ആ രണ്ട് മഹത്തായ പ്രമാണങ്ങൾ, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടി. അതാരാണ് സ്ഥിരപ്രതിഷ്ഠയ്ക്ക് വേണ്ടി തുനിഞ്ഞത്? റസൂലുള്ളാഹി ഏൽപ്പിച്ച സ്വഹാബാക്കൾ. ആ സ്വഹാബത്തിലൂടെ ഇത് വരാം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞ ശേഷം ഇനി ഇത് രണ്ടും നിൽക്കുമ്പോ അല്ലാഹു തആല ഓരോരോ അള്ളാന്റെ നിശ്ചയങ്ങളില്ലേ, ആ നിശ്ചയം പോലെ തന്നെ ഇനി ഇത് രണ്ടും ഇതുപോലെ നിലനിൽക്കേണ്ട കാര്യം. അപ്പൊ നമ്മളെ കാലത്ത് ഖുർആനും സുന്നത്തും മാത്രം നിലനിൽക്കുന്നു എന്ന് പറയാം. നമ്മളെ കാലത്ത് ഖുർആനും സുന്നത്തും മാത്രം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്താ അറിയാം? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളോട് തന്നെ നബി തങ്ങൾ പറഞ്ഞ എന്താണ്? എന്നിൽ നിന്ന് എന്ത് കേട്ടാലും നിങ്ങളത് മറ്റൊരാൾക്ക് കൈമാറും. ഒറ്റ കിട്ടിയും കേട്ടത് അവിടെ വെച്ച് അയാളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്, മറ്റൊരു കുട്ടിക്ക് കൈമാറും. നേരിട്ട് എന്നിൽ നിന്ന് കേട്ടവരേക്കാൾ പാഠമിടുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന എത്രയെത്ര പ്രബോധിതരുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ നിങ്ങളെക്കാൾ പ്രയോജനം നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ആർക്കാണോ അവരെ കൊണ്ട് അല്ലാഹു തആല ഈ ദീനിനു നൽകും, എന്റെ ഇസ്ലാമിന് നൽകും, വിശുദ്ധ ഖുർആനിന് നൽകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ പറയുന്നതൊക്കെ എത്തിച്ചു കൊടുക്കണം. ബല്ലിഗൂ അന്നീ വലൗ ആയ, ഒരായത്തുണ്ടെങ്കിൽ ആ ആയത്ത് പോലും നിങ്ങൾ എന്നെ തൊട്ട് പ്രബോധനം ചെയ്യണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനും സുന്നത്തും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം വരും തലമുറയ്ക്ക് കിട്ടത്തക്ക രീതിയിൽ നഷ്ടപ്പെടാത്ത വണ്ണം തന്നെ സ്ഥിരപ്രതിഷ്ഠ നേടുന്ന വിധം രേഖപ്പെട്ട രീതിയിൽ തന്നെ വരും തലമുറയ്ക്ക് കോടീകൃതമാകുന്ന രീതിയിൽ കിട്ടാൻ തുടക്കം കുറിച്ചു. ഈ തുടക്കം കുറിച്ച് കിട്ടിയപ്പോ വലിയ വമ്പന്മാർ പലരും മനസ്സിലാക്കി, പഠിച്ചവനെ ഈ ഹദീസും ഖുർആനൊക്കെ ഇതിന്റെ അകത്തുള്ള നമുക്ക് മനസ്സിലാകുന്ന ഗഹനമായ ആശയങ്ങൾ, ഈ ആശയങ്ങൾ നമ്മൾ കോടീകരിച്ച് ശരിപ്പെടുത്തിയിട്ട് ഇന്നതൊക്കെയാണ് അള്ളാഹുവിന്റെ ഇസ്ലാം ദീനിൽ പറയുന്നത്, ഇന്നതും ഇന്നതുമൊക്കെയാണ് ഇസ്ലാമിന്റെ അഹ്കാമുകൾ. ഈ അഹ്കാമുകൾ വിധിവിലക്കുകൾ ഇന്നതാണ്. വിധിവിലക്കുകൾ എന്നാൽ നമുക്ക് മനസ്സിലാക്കുമല്ലോ, ചെയ്യേണ്ടത് എന്താണ്, ചെയ്യേണ്ടാത്തത് എന്താണ്, ചെയ്യേണ്ടത് എന്താണ്, ചെയ്യേണ്ടാത്തത് എന്താണ്. ഈ വിധിവിലക്കുകളാണ് ഇസ്ലാമിന്റെ മർമ്മം. എന്നല്ല ഇസ്ലാം പറയുന്നത് എന്തിനാ? കുറെ അധികം കാര്യങ്ങൾ ചെയ്യാൻ, കുറെ കാര്യങ്ങൾ ചെയ്യാൻ. ഇതാണല്ലോ ഇസ്ലാം. കുറെ കാര്യം ചെയ്യാൻ നിർദ്ദേശിച്ചു, കുറെ കാര്യം ചെയ്യരുത്. ഈ വിധിവിലക്കുകളാണ് മർമ്മം. അലിഫ് ലാം മീം ഓതിയാൽ കൂലി കിട്ടും. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണെന്നതിന് ഒരുപക്ഷേ ഈ ഒരൊറ്റ വാക്യം തന്നെ തെളിവാക്കാം, ശരിയാണ്. പക്ഷെ ഇതിലെന്താണ് വിധിയുള്ളത്, ഇതിലെന്താണ് വിലക്കുള്ളത്? ഒന്നുമില്ല. ഇന്നും ഖുർആന്റെ പരിഭാഷ എഴുതുന്നവരൊക്കെ അലിഫ് ലാം മീം എന്നതിന് പരിഭാഷ അതിനെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അങ്ങനെ തന്നെ കുറിക്കുകയാണ്. അലിഫ് ലാം മീം മലയാള പരിഭാഷ. ഉറുദു പരിഭാഷയാണെങ്കിൽ ആ ഉറുദു ലിപിയിൽ അലിഫ് ലാം മീം എഴുതും. ഇംഗ്ലീഷ് പരിഭാഷയാണെങ്കിൽ ഇംഗ്ലീഷ് ലിപിയിൽ അലിഫ് ലാം മീം എഴുതും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അലിഫ് ലാം മീം എന്നതിൽ വിധിയില്ല, വിലക്കില്ല. അലിഫ് ലാം മീം വിലക്കില്ല. കാഫ് ഹാ യാ ഐൻ സ്വാദ് വിധിവിലക്കുകളില്ല. യാസീൻ വിധിവിലക്കില്ല. ത്വാഹ വിധിവിലക്കുകളില്ല. ഇങ്ങനെ വിധിവിലക്കുകളില്ലാത്ത കുറെ ആയത്തുകളില്ലേ? അതല്ലല്ലോ വിശുദ്ധ ഖുർആനിന്റെ ആശയപരമായിട്ടുള്ള മർമ്മം. ഇത് അല്ലാഹു തആലാന്റെ കലാമാണെന്നതിന് അത്യാവശ്യമാകപ്പെട്ട ഭാഗമാണ്. അതിന്റെ പ്രത്യേക കോഡ് ഭാഷയാണ്. അത് ഓതിയാൽ പുണ്യമുണ്ട്, പ്രതിഫലമുണ്ട്. ഒരൊറ്റ അക്ഷരം ആശയമുള്ള അർത്ഥമുള്ള അക്ഷരം ഓതിയതുപോലെ തന്നെ പുണ്യമുണ്ട് അലിഫ് ലാം മീം ഓതിയാൽ. പക്ഷേ ആശയം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ, വിധി വിലക്കുകൾ മനസ്സിലാക്കാനില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ പ്രബലമായ അഭിപ്രായം എങ്ങനെയാണ്? മറ്റു ചില ആശയങ്ങളിൽ നിന്ന് ഇതാണോ? ഹുദല്ലിന്നാസ്, മാനവകുലത്തിനിക്ക് വഴികാട്ടി, നേരിന്റെ വഴികാട്ടി. നേരിന്റെ വഴികാട്ടിയാകണമെങ്കിൽ നേർവഴിക്ക് ജീവിക്കാൻ എന്തൊക്കെ വേണം, നേർവഴിക്ക് ജീവിക്കാൻ എന്തൊക്കെ പാടില്ല ഇത് പറയണം. ഈ വിധിവിലക്കുകളുടെ ഭാഗം അതങ്ങനെ തന്നെ നമ്മൾ ഒന്നും പരിശ്രമിക്കാതെ പോയാൽ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വിശുദ്ധ ഖുർആനും ഹദീസും കോടീകരിക്കപ്പെട്ട് കിട്ടിയപ്പോൾ ഒരു കൂട്ടം മഹത്തുക്കൾ അതിലുള്ള വിധിവിലക്കുകൾ ഗഹനമായി മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതെല്ലാവർക്കും സാധിക്കില്ല. വിശുദ്ധാന്തെങ്കിലും മനസ്സിലാക്കി ക്ഷീണുണ്ട് വിഷയങ്ങളും പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തും അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ രണ്ടും വഹിയാണ്. അള്ളാഹു ഈ ലോകത്തിന് വേണ്ടി വഴി കാണിക്കാൻ ഇറക്കിയ വഹി. തമ്മിൽ വ്യത്യാസം എന്തേ ഉള്ളൂ? ഒന്ന് അള്ളാഹുവിന്റെ കലാമാണ്. അതിന്റെ പദം പദമായി തന്നെ നിലനിൽക്കുകയും ആ പദം പദമായി തന്നെ പാരായണം ചെയ്യും പുണ്യമുള്ള അള്ളാഹു തആലാന്റെ നബിയുടെ മുഅ്ജിസായ തെളിവാണ്. ഹദീസാവട്ടെ ആശയമാണ് പ്രധാനം. പദത്തേക്കാൾ പ്രധാനം ആശയമാണ്. ആ ആശയ സംബന്ധമായിട്ടുള്ള വഹിയാണ് ഹദീസ്. ഈ ഖുർആനും സുന്നത്തും ക്രോഡീകരിച്ചു കിട്ടിയപ്പോൾ ഒരു കൂട്ടം ആളുകൾ, വളരെ കുറഞ്ഞവർക്കേ സാധിക്കും, ആ ആളുകൾ എന്ത് മനസ്സിലാക്കി? വിശുദ്ധ ഖുർആനിലും സുന്നത്തിലുമുള്ള വിധിവിലക്കുകളൊക്കെ നമുക്ക് ക്രോഡീകരിക്കണം. എങ്ങനെ ക്രോഡീകരിക്കണം? മനുഷ്യന്റെ ജീവിതത്തിന് സമൂലം ബാധിക്കുന്ന വിധം ക്രോഡീകരിക്കണം.
മനുഷ്യ ജീവിതത്തിന്റെ സമൂലം ബാധിക്കുന്ന നിയമമല്ലേ ഇസ്ലാം? ഇതിലാർക്കെങ്കിലും തർക്കമുണ്ടോ? സമഗ്ര ജീവിത പദ്ധതിയാകുന്നു ഇസ്ലാം എന്നത് ഇന്നത്തെ എല്ലാവർക്കും തിരിയുന്ന ഭാഷയല്ലേ? പണ്ടൊരു കാലത്ത് ഇത് പറഞ്ഞാൽ തിരിയുന്നവർ വളരെ ചുരുക്കമാകും. എന്നിട്ടും വലിയ സാഹിത്യ കലാമായി, സാഹിത്യ ഭാഷയായി പലരും ഇത് പാടി നടന്നു. ഇന്നെല്ലാവർക്കും ഇത് തിരിയുമല്ലോ. സമ്പൂർണ്ണ ജീവിത പദ്ധതി, സമ്പൂർണമാണ് ഇസ്ലാം, സാർവത്രികമാണ് ഇസ്ലാം, സാർവകാലികമാണ് ഇസ്ലാം, സർവജനീനമാണ് ഇസ്ലാം എന്ന് പറയണമെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ പാലിച്ചിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും അല്ലാഹു തആലാന്റെ വിധിവിലക്കുകളും മുഴുവൻ അതിൽ ഉൾക്കൊള്ളണം. തിബിയാനൻ ലികുല്ലി ശൈ, എല്ലാ സംഗതികൾക്കുമുള്ള വിവരണമാണ് വിശുദ്ധ ഖുർആൻ. ബയാനുൽ ലിന്നാസ്, സകല മനുഷ്യന്മാർക്കുമുള്ള ഉപദേശവും വിവരണവുമാണ് വിശുദ്ധ ഖുർആൻ. ഹുദൽ ലിന്നാസ്, ഫുർഖാൻ, സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും തമ്മിൽ വിവേചിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. വമാ ഫർറത്നാ ഫിൽ കിതാബി മിൻ ശൈ, അല്ലാഹുവിന്റെ കിതാബിൽ ഒന്നും അല്ലാഹു ഒളിച്ചിട്ടിട്ടില്ല, സകലതും വിവരിച്ചിരിക്കുന്നു അല്ലാഹു. ഈ വിശുദ്ധ ഖുർആൻ അതിന്റെ വിവരണമായി നബി തങ്ങൾ നൽകിയിട്ടുള്ള സുന്നത്ത് നമുക്ക് നൽകാൻ ചെറിയൊരു മനസ്സിലാക്കപ്പെട്ടെന്ന്. അള്ളാന്റെ റസൂല് ഹുദൈബിയ സന്ധിയിൽ ഏർപ്പെട്ടുകൊണ്ട് മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് തടയപ്പെട്ടു. നബി സ്വഹാബാക്കൾ അവിടെ ഒന്നൊരു ഇഞ്ച് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അക്കൊല്ലം നിങ്ങൾ മടങ്ങിയേ പറ്റും. വെറുതെ ഒരു വാശി തന്നെ. ആയുധങ്ങളില്ലാതെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് അള്ളാന്റെ റസൂൽ വന്നിരിക്കുന്നത് മദീനത്തിൽ. ആകെ ഒരു 1400-1500 പേരേ ഉള്ളൂ. ഈ 1400-1500 പേര് മക്കയിലേക്ക് വരുമ്പോ ആ മക്കാരെ എന്തെങ്കിലും ചെയ്യാൻ ഈ 1400 പേർക്ക് പറ്റുമോ? കഴിയില്ല. ഒരു വാൾ പോലും അവരുടെ കയ്യിൽ, മുഴുവൻ പേരുടെയും കയ്യിലില്ല. ആയുധം വന്ന ഉംറയ്ക്ക് വന്ന ആളുകളെ തടഞ്ഞു വെച്ചിട്ട് വാശി, ഇക്കൊല്ലം നിങ്ങൾ മടങ്ങിയേ പറ്റൂ, അടുത്ത കൊല്ലം നിങ്ങൾക്കൊരു 3 ദിവസം ഒഴിച്ചിട്ട് തരാം, അന്ന് നിങ്ങൾ ഉംറ ചെയ്തിട്ട് തിരിച്ചു പോയിപ്പോ എന്ന് പറഞ്ഞിട്ട് ഒരു കരാർ അവിടെ വെച്ച്, ഈ കരാറുമായി ബന്ധപ്പെട്ട് നടന്ന ഹുദൈബിയ സന്ധി നമുക്ക് പ്രസിദ്ധമാണ്. ആ സംഭവത്തിൽ കേൾക്കാം, മഹാനായ കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർക്ക് ഇഹ്റാമിലായതുകൊണ്ട് കുളിക്കാതെ കഴുകാതെ ഇതുവരെയുള്ള ഒരു മുടിയാ മൂപ്പര മുടി, വഫ്ര, ഈ ചെവിത്തൊട്ടി വരെ നീണ്ടു നിൽക്കുന്ന മുടി. ആ മുടിയുള്ള ഇദ്ദേഹത്തിന്റെ തലയിൽ പേൻ നിറഞ്ഞുവെന്ന് മാത്രമല്ല, നമ്മളെ പെണ്ണുങ്ങളൊന്നും തലയിൽ പേൻ നിറയും പോലെയല്ല. ഇദ്ദേഹത്തിന്റെ തലയിൽ പേൻ നിറഞ്ഞിട്ട് തലയിൽ നിന്ന് മുഖത്തേക്ക് ഇങ്ങനെ കൊഴിഞ്ഞു കൊള്ളുന്നു. മുഖത്ത് മുഴുവൻ പേനാണ്. അല്ലാന്റെ റസൂൽ ഇദ്ദേഹത്തെ കണ്ടിട്ട് ചോദിച്ചു, നിന്റെ തലയിലെ ഈ കൊച്ചു പ്രാണികൾ നിന്നെ ബുദ്ധിമുട്ടാക്കുന്നോ, ശല്യപ്പെടുത്തുന്നോ? അല്ലാന്റെ റസൂലെ, ഞാൻ വല്ലാത്ത ബുദ്ധിമുട്ട്. ആർക്കാ ബുദ്ധിമുട്ട് അറിയാതിരിക്കുക? പേന് മുഖത്ത് മുഴുവൻ തലയിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞാല്. ഇത് കണ്ടപ്പോ അല്ലാന്റെ റസൂല് പറഞ്ഞു, ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല്, നിനക്ക് മാർഗമുണ്ട്. വിശുദ്ധ ഖുർആൻ ഇറങ്ങി, ഫമൻകാന മിൻകും മരീദൻ ഔ ബിഹി അദം മിൻ റഅസി ഫഫിദിയത്തും മിൻ സിയാം ഔ സദഖത്തിൻ ഔ നുസുകിൻ. രോഗിയായിട്ട് ഇഹ്റാം ഒഴിക്കേണ്ടി വന്നാൽ, അതായത് തലയിൽ പേൻ നിറഞ്ഞിട്ട് ഇഹ്റാം ഒഴിക്കേണ്ടി വന്നാൽ, ഇഹ്റാമിൽ വിലക്കപ്പെട്ടതാണല്ലോ മുടി കളയലും മുടി വരണ്ടലും മുടി വെട്ടലുമൊക്കെ, അത് ചെയ്യേണ്ടി വന്നാൽ ഫഫിദിയ, അതിന് ദണ്ഡം കൊടുത്തുകൊണ്ട് അവന്റെ മുടി വെട്ടാം. എന്താണല്ല ദണ്ഡം പറയുന്നത്? മീൻ സിയാം, നോമ്പ്, ഔ സ്വദഖ, ദാനം, ഔ നുസുക്, അല്ലെങ്കിൽ അറം. മൂന്നെണ്ണാ പറയുന്നത്. എന്താ പറഞ്ഞേ? നോമ്പ്, സദഖ, അറവ്. ഈ മൂന്നെണ്ണം പറയുമ്പോ എന്താണ് നോമ്പ്? എത്രയാ നോമ്പ്? ഇല്ല. എത്രയാണ് സ്വദഖ? എന്താണ് സ്വദഖ? ഇല്ല. നുസുക്ക് എന്ന് തന്നെ തിരിയും. ഒരു ബലിമൃഗം സാധാരണ ഹജ്ജിന് കൊടുക്കൽ ആടാണ്. അപ്പൊ ഒരാട് മറ്റേത് രണ്ടുമില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇദ്ദേഹത്തോട് പറഞ്ഞത് തന്നെ, ഒന്നുകിൽ നീ 3 ദിവസം നോമ്പ് നോൽക്കും, അല്ലെങ്കിൽ 6 മിസ്കീന്മാർക്ക് തിന്നാൻ പറ്റുന്ന ഭക്ഷണം കൊടുക്കും, അവരുടെ ഭക്ഷണധാന്യം കൊടുക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബലി കൊടുക്കുക. ഇതാണ് സുന്ന. വിശുദ്ധ ഖുർആൻ പറയുന്നതിനെ വിശദീകരിക്കുകയാണ് സുന്ന. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സുന്നത്തും അള്ളാഹുവിന്റെ കലാമും കൂടിയാൽ അല്ലാഹു തആലാന്റെ വഹ്യ് സമ്പൂർണമായി, ആ സമ്പൂർണമായ വഹ്യുകൾ ശേഖരിച്ചു വെക്കപ്പെട്ടാൽ
വരും തലമുറക്ക് അതിന് മുഴുവൻ വിധിവിലക്കുകളും കിട്ടണമെങ്കിൽ ഈ ഹദീസുകൾ ഉപയോഗപ്പെടുത്തണം. അതിന്റെ പശ്ചാത്തലങ്ങൾ അറിയണം. ഈ ഹദീസുകളിൽ നിന്ന് ഏതാണ് ആദ്യം വന്നത്, ഏതാണ് അവസാനം വന്നതെന്ന് തിരിയണം. ആയത്തുകൾ തമ്മിൽ പരസ്പരം വൈരുദ്ധ്യം തോന്നുമ്പോ ഏതാണ് അവസാനം ഇറങ്ങിയത്, ഏതാണ് ആദ്യം ഇറങ്ങിയതെന്ന് തിരിയണം. എവിടെ ഇറങ്ങിയതാണ്, ഏത് പ്രദേശത്തിറങ്ങിയതെന്ന് തിരിയണം. ഇതൊക്കെ തിരിയാതെ വിധിവിലക്കുകൾ മനസ്സിലാവുകയില്ലല്ലോ. ഇത് തിരിയുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാർ അതിനേറ്റ് തിരിഞ്ഞിറങ്ങാൻ നോക്കുമ്പോൾ സ്വഹാബാക്കളുടെ എത്ര എണ്ണം പേരില്ല, താബിഈങ്ങളുടെ അത്ര എണ്ണം പേരില്ല. അവരിലെ പണ്ഡിതന്മാർ തന്നെ മുഴുവനുമില്ല. അവരിലെ പണ്ഡിതന്മാരിലെ 1% പോലുമില്ല ആളുകൾ. കഴിയില്ല എന്നർത്ഥം. അതീവ സമർത്ഥന്മാർക്കേ അതിന് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള സമർത്ഥന്മാർ അതിനുവേണ്ടി തുനിഞ്ഞു. ഇതേതു കാലത്താന്ന് ചിന്തിക്കണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഹദീസ് ക്രോഡീകരിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുന്ന കാലത്തു തന്നെ ജീവിച്ചിരിക്കുന്ന മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഹിജറ 80 ജനിച്ച് 150 വഫാത്താകുന്ന അദ്ദേഹത്തിന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ ഹദീസുകൾ ക്രോഡീകരിക്കാൻ നിർദ്ദേശം നൽകുന്ന സമയത്ത് 20 വയസ്സ് പ്രായമുണ്ടല്ലോ. ആ 20 വയസ്സെന്ന് പ്രായമുള്ള അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ശേഷം ഹദീസുകളും ഖുർആനും ക്രോഡീകരിക്കപ്പെട്ട ശേഷം വന്ന ഹിജറ 93 ജനിച്ച് 179 വഫാത്താകുന്ന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനത്ത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്നവർ പേർഷ്യയുടെ സാമ്രാജ്യത്തിന് കീഴിലുള്ള റോം സാമ്രാജ്യത്തിന്റെയും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെയും സംസ്കാരം സങ്കലിതമായി നിലകൊള്ളുന്ന പ്രദേശമാണ് കൂഫ, ബസറ എന്നൊക്കെ പറഞ്ഞ നഗരങ്ങൾ. ആ കാണുന്ന നഗരങ്ങളിലെ കൂഫയിലെ ജീവിതക്കാരനാണ്. കൂഫയിൽ ജനിച്ചവരും കൂഫയിൽ ജീവിക്കുന്നവരുമാണ് അബൂ ഹനീഫ. അവിടെ അവർ വിധിമാർ, വലിയ വലിയ മഹാന്മാർ, അവർക്ക് ഹദീസുകൾ പകർന്നു കൊടുത്ത ഗുരുവര്യന്മാർ വരെ അവരുടെ കൂട്ടത്തിലുണ്ട്. ചർവിത ചർവണം നടത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടത്തി. അല്ലാഹുവിന്റെ കലാമിൽ നിന്നും മുത്തുനബിയുടെ സുന്നത്തിൽ നിന്നും വിധിവിലക്കുകൾ ക്രോഡീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നിയമങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കും പറ്റുന്ന നിയമങ്ങൾ ക്രോഡീകരിക്കുകയും നിർദ്ധാരണം ചെയ്ത് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ധർമ്മമാണ് നിറവേറ്റുന്നത്. അതവിടെ കൂഫയിൽ പൂർത്തിയായപ്പോൾ അദ്ദേഹം തന്റെ ആ അഭിമതത്തിനും രേഖപ്പെടുത്തിയ ചിന്തക്കും പേരിട്ടത് റഈന. ഇതെന്റെ ചിന്ത. ഇതിന് വല്ല ന്യൂനതകളും വന്നാലോ കുഴപ്പങ്ങളും വന്നാലോ അള്ളാഹ്ക്ക് കുറ്റം പറയണ്ടല്ലോ, റസൂലുള്ളാഹിനെ കുറ്റപ്പെടുത്തണ്ടല്ലോ. ഇതെന്റെ ചിന്തകൾ, ഇതെന്റെ ചിന്തകൾ, എന്റെ ചിന്തകൾ എന്ന് പേരിട്ടത് കൊണ്ട് അദ്ദേഹത്തിന് പേര് പോലും വീണു സാഹിബുർ റഈ, സ്വന്തം ചിന്തക്കാരൻ. അദ്ദേഹത്തിന്റെ മദ്ഹബിന് അറിയപ്പെടുന്നതും അങ്ങനെ തന്നെ. ചിന്ത എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹം തന്നെ ഇട്ട പേരാണ്. ഇതെന്തിനാ? ആക്ഷേപത്തിന് ആദ്യത്തെ സമ്പ്രദായമാണ്, ആദ്യത്തെ വഴക്കം. ഈ വഴക്കപ്രകാരം ആദ്യം നടത്തുന്ന ഈ പരിശ്രമത്തിന് ആരെങ്കിലും കുറ്റം കണ്ടാൽ, കുറവ് കണ്ടാൽ, ദൂഷ്യം കണ്ടാൽ, മുൻപൊരു മിസാലും മാതൃകയും കാണാതെ നടത്തുന്ന ഈ ശ്രമത്തിൽ വല്ലതും വന്നുപെട്ടാൽ അത് അല്ലാഹുവിന്റെ കലാമിനോ മുത്തുനബിയുടെ സുന്നത്തിനോ ചീത്തപ്പേരുണ്ടാക്കരുത് എന്ന നിലക്ക് എന്റെ സ്വന്തം ചിന്ത എന്ന് പേരിട്ടുകൊണ്ട് ഈ ധർമ്മം നിർവഹിച്ച ഇമാം അബൂ ഹനീഫ തങ്ങൾ എത്ര സുമനസ്കന, എത്ര നല്ല മഹാവിശാരദന. ആ മഹാൻ അത് ക്രോഡീകരിക്കുന്നു. മദീനത്ത് അതിലേറെ സൗകര്യത്തിൽ നൂറുകണക്കിന് ഗുരുവര്യന്മാരെ ഹദീസുകൾ ശേഖരിക്കാൻ കിട്ടുന്ന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്നുകൊണ്ട് ഈ ദൗത്യം നിർവഹിക്കുന്നു. അദ്ദേഹത്തിന് പ്രധാനം ഹദീസുകളാണ്. അദ്ദേഹത്തിന് ധാരാളം ഹദീസുകൾ ലഭിക്കാൻ അവസരവുമുണ്ട്. മദീനയിലെ മുത്തുനബിയുടെ സ്വഹാബാക്കൾ മദീന വിടുന്നത് അവർക്ക് വലിയ പ്രയാസമാണ്. മദീന എന്ന അവരുടെ മനസ്സിന്റെ ജീവന, അത് വിട്ടുപോകാൻ അവർക്ക് കിട്ടാക്കില്ല. അതുകൊണ്ട് സ്വഹാബാക്കൾ ബഹുഭൂരിപക്ഷവും മദീനത്താണ്. അദ്ദേഹം അവരിൽ നിന്ന് ഹദീസുകൾ ശേഖരിച്ച് തന്റെ ധർമ്മം നിർവഹിച്ചു. അക്കാലത്ത് അതിൽ പങ്കാളിയാകാൻ വണ്ണം മദീനത്തെ പള്ളിയിൽ ഇമാം മാലിക് ഇബ്നു അനസ് എന്നവരുടെ സദസ്സിൽ സകലവും തികഞ്ഞ ഒരു വിശാരദനായിക്കൊണ്ടു തന്നെ കടന്നു ചെന്ന മഹാനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. മാലിക് ഇബ്നു അനസ് എന്നവർ മദീനത്ത് വെച്ച് വഫാത്താകുന്നത് വരെ മാലിക് എന്നവരുടെ സദസ്സിൽ ഒരു ശിഷ്യനായിക്കൊണ്ടു തന്നെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ നിലകൊണ്ടു.
അക്കാലത്ത് ഇമാം മാലിക് എന്നവരെ ഇമാം ഷാഫിഈ തിരുത്തിയിട്ടുണ്ട്. ഇമാം മാലിക്കിന്റെ അഭിപ്രായങ്ങളിലെ കുറവുകൾ ഇമാം മാലിക് ഭവ്യതയോടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇമാം മാലിക് എന്നവർക്ക് ഫത്വകൾ വല്ലതും ശരിപ്പെട്ടില്ലെങ്കിൽ ആ സമയത്ത് മഹാൻ ശരിയായ ഫത്വ വിവരിച്ചിട്ടുണ്ട്. അത്ര കഴിവുള്ള മഹാനായ ഇമാമുന ഷാഫിഈ മക്കയിൽ വെച്ച് തന്റെ ഗുരുവര്യന്മാർ ഫത്വ നൽകുവാനുള്ള യോഗ്യതയും സർട്ടിഫിക്കറ്റും ഇജാസത്തും അനുമതിയും നൽകി ആദരിച്ചിട്ടുള്ള മഹാൻ മാലിക് എന്നവരുടെ വഫാത്ത് വരെ മദീനത്ത് ഈ ധർമ്മത്തിൽ സഹകരിക്കുകയാണ്. അങ്ങനെ മദീനത്തതാ ഒരു മദ്ഹബ് രൂപപ്പെട്ടു, ഒരു കർമ്മചിന്ത. അതാണ് മാലിക് ഇബ്നു അനസ് എന്നവരുടെ മദ്ഹബ്. കൂഫയിൽ അതിന്റെ മുൻപ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിലൂടെ പ്രചരിച്ചിട്ടുള്ള ഹദീസുകളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് സ്വന്തം ചിന്ത എന്ന് വിനയാന്വിതം പേരിട്ടിട്ടുള്ള മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്താസരണി, കർമ്മസരണി അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. ഈ രണ്ടു സരണികളിൽ നിന്ന് സമന്വയം പഠിച്ച് വിലയിരുത്തിക്കൊണ്ട് ഓരോന്നിന്റെയും പോരായ്മകൾ തീർത്തുകൊണ്ട് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ. ഇമാമുന ശാഫിഈ എന്ന് പറയുമ്പോൾ ഹനഫിയാണെങ്കിൽ വിഷമിക്കണ്ടെന്ന് പറയാൻ ഞങ്ങളും ശീലിച്ച് പറഞ്ഞു പോകുന്ന ഇമാമുന ശാഫിഈ. ആ ഇമാമുന ശാഫിഈ തങ്ങൾ മാലിക് എന്നവരുടെ മദ്ഹബും അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബും സമന്വയം പഠിച്ച് വിലയിരുത്തിയിട്ട് തന്റേതായ ഒരു രൂപത്തിൽ അദ്ദേഹം ഒരു മദ്ഹബ് എന്ന് പറയുമ്പോഴേക്ക് ഇതെന്താണോ എന്നെനിക്ക് ബേജാറാകണ്ട. അതിനെ ഞാൻ ഈ പറയുന്നത് വിധിവിലക്കുകൾ ക്രോഡീകരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഖുർആനിലെയും ഹദീസിലെയും വിധിവിലക്ക്. മറ്റൊന്നും ഇതിന് വിഷയമല്ല. സ്വർഗത്തിന് എത്ര വാതിലുണ്ട്, ഈ ചർച്ചല്ല. സ്വർഗത്തിന്റെ ഇന്ന വാതിലിലൂടെ ആര് കടക്കും, ചർച്ചല്ല. നോമ്പിന്റെ പുണ്യം എന്താണ്, ചർച്ചല്ല. ഇതൊന്നും ഇതിന് ചർച്ചല്ല. പിന്നെന്താ അതിന് ചർച്ച? നിസ്കരിക്കണമെങ്കിൽ എന്തൊക്കെ വേണം, നോമ്പ് വെൽക്കണമെങ്കിൽ എന്തൊക്കെ വേണം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ലേശം എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് പറയാം. ഈ മദ്ഹബ് 2-3 രൂപപ്പെട്ടപ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഹിജ്റ 204 വഫാത്താകുന്നു. അബൂ ഹനീഫ തങ്ങൾ വഫാത്തായ 150 അവർ ജനിക്കുന്നത്. 204 വഫാത്താകുമ്പോ 54 വയസ്സിന്റെ താഴെയാവും പ്രായം. 54 വയസ്സ്. ഈ 54 വയസ്സിനിടക്ക് മഹാനർ തന്റെ ആദ്യകാലത്ത് സമ്പൂർണമായിട്ടുള്ള തന്റെ ഈ ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബിനെ ഒന്നുകൂടി പുനർനിർദ്ധാരണം ചെയ്ത് പുനഃക്രോഡീകരിച്ചുകൊണ്ട് വളരെ പുതിയ പരിഷ്കരിച്ച മദ്ഹബാക്കി തന്നെ സമർപ്പിച്ചിട്ട് 150 പരം ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ ദൗത്യം നിർവഹിക്കുന്നു. തന്റെ ആദ്യകാലത്തെ ബഗ്ദാദിലെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്റെ മദ്ഹബ് കേട്ട് പഠിച്ചു വളർന്ന മഹാനരാണ് തന്നേക്കാൾ ഒരു 14 വയസ്സ് കുറവുള്ള അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. 164 അവർ ജനിക്കുന്നു, 241 അവർ വഫാത്താകുന്നു. അവരും ഇമാമുന ശാഫിഈ തങ്ങളുടെ മദ്ഹബിന്റെ ബലത്തിൽ തന്റേതായ ഒരു വീക്ഷണഗതി രേഖപ്പെടുത്തി വെച്ചു. ഈ 4 മദ്ഹബുകൾ ക്രോഡീകൃതമാകുന്നത് ഹിജ്റ 241 മുൻപാണെന്നത് തീർച്ച. കാരണം ഇതിലെ അവസാനത്തെയാൾ വഫാത്താകുന്നത് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ വഫാത്താകുന്നത് 241. ഇക്കാലത്ത് ഈ 4 ആളുകളെ മാത്രമേ നമ്മൾ അറിയൂ. പക്ഷെ അവരുടെ കാലത്ത് സമർത്ഥന്മാരായ വേറെ പലരും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ മദ്ഹബും ഉണ്ടായിരുന്നു. അവരൊക്കെ ഫത്വായും നൽകിയിരുന്നു. ആ നൽകിയിരുന്ന ആളുകളൊക്കെ പക്ഷേ ഈ 4 ആളുകളെ പോലെ സമ്പൂർണമായി ക്രോഡീകരിച്ചില്ല. സമ്പൂർണമായി ക്രോഡീകരിക്കാത്തത് കൊണ്ട് അവരുടെ മദ്ഹബ് സമ്പൂർണമായി ലോകത്തിന് ലഭ്യമായില്ല. എങ്ങനെയാണ് ഈ ക്രോഡീകരണം എന്നാലോചിച്ചു. ഒന്നാമത് എന്താ തുടങ്ങാന്നറിയോ മദ്ഹബിലെ ചർച്ച? അതിനൊരു ഏകീകൃത ഒരു സാകല്യുണ്ട്. എല്ലാവർക്കും കൂടി പറ്റുന്ന തരത്തിലൊരു ഐക്യരൂപം. ഈ ഐക്യരൂപം എങ്ങനെയാ? ഒന്ന്, ശുദ്ധീകരണം മുതലാക്കുക. ശുദ്ധീകരണം എന്ന് പറഞ്ഞാല് വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും എങ്ങനെ ശുദ്ധിയാകും വേണമല്ലോ ആദ്യം തുടങ്ങണം. നിസ്കരിക്കണമെങ്കിൽ വലിയ അശുദ്ധി വേണം, ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകണം. ഹജ്ജ് ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകേണ്ടതുണ്ട് ചില കർമ്മങ്ങൾക്ക്. നോമ്പ് വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നൊക്കെ നോമ്പിന്റെ സമ്പൂർണ്ണ രൂപത്തിൽ കൊണ്ടുവരണമെങ്കിൽ ശുദ്ധിയാകേണ്ടതുണ്ട്. അപ്പൊ ഇസ്ലാമിക കർമ്മങ്ങളിലെ മിക്ക ഇബാദത്തുകളായി വരുന്ന കർമ്മങ്ങൾക്കും ആവശ്യമായതു ശുദ്ധീകരണം. അതുകൊണ്ട് ശുദ്ധീകരണത്തിന്റെ ബാബിന് അധ്യായം. ശുദ്ധീകരണത്തിന്റെ ബാബില് എന്തൊക്കെ കൊണ്ട് ശുദ്ധീകരിക്കാം, എന്തിനെ തൊട്ടെല്ലാം ശുദ്ധീകരിക്കാം, ഇത് പഠിക്കണം. ഒരുപാട് ഊണ്ടുകിടക്കുന്നു.
അത് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമാണ് പിന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശരീരം കൊണ്ട് ചെയ്യുന്ന നിസ്കാരം വിവരിക്കുക. അത് പേജുകൾ അങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അതിലെ ചർച്ച, ആ നമസ്കാരം കഴിഞ്ഞ ശേഷമുള്ള ചർച്ച. നിസ്കാരത്തിന്റെ പല നിസ്കാരങ്ങളുണ്ടല്ലോ. ജുമാ നിസ്കാരമുണ്ട്, ജമാഅത്ത് നിസ്കാരമുണ്ട്, മയ്യത്ത് നിസ്കാരമുണ്ട്. മയ്യത്ത് നിസ്കാരത്തിൽ അവസാനിക്കും സുന്നത്ത് നിസ്കാരവും മയ്യത്ത് നിസ്കാരവും ഒക്കെ. ഇതിൽ അവസാനിപ്പിച്ച ശേഷം പിന്നെ അവിടെ നിന്നോട്ട് രണ്ടാമത് പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ എണ്ണിപ്പറയെ ചേർത്ത് പറയലെന്താ? സക്കാത്ത്. ആ സക്കാത്തിന്റെ ചർച്ചയാണ്. എന്തിനൊക്കെ സക്കാത്തുണ്ട്, എന്തിനൊക്കെ സക്കാത്തുണ്ട്, എപ്പോഴൊക്കെ സക്കാത്ത് വേണം, ആർക്കൊക്കെ സക്കാത്ത് വേണം, എന്തൊക്കെ വേണം, നീണ്ട ചർച്ചയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നോമ്പിന്റെ അധ്യായമാണ്. റമദാൻ മാസത്തിലാണ് ഫർളുൽ നോമ്പ്, അല്ലാത്ത കാലത്ത് സുന്നത്താവാൻ. ആ നോമ്പ് എങ്ങനെ, ഏത്, എന്താണ് നോമ്പിന്റെ ചർച്ച. നോമ്പും കഴിഞ്ഞാൽ ഹജ്ജ്, ഇതോടുകൂടെ ഇബാദാത്തുകൾ കഴിഞ്ഞു. ഈ ഹജ്ജിന്റെ ചർച്ച കഴിഞ്ഞാൽ പിന്നെ കച്ചവടം, വാടകത്തിന് ഒരുപാട് ഇടപാടില്ലേ. നമ്മളെ സാമ്പത്തിക ഇടപാടുകൾ പറയുന്ന മുആമലാത്തുകൾ മുഴുക്കെ നിങ്ങൾ ഇന്ന് ഏതെല്ലാം പുതിയ തരത്തിലുള്ള സാമ്പത്തിക വ്യവഹാരങ്ങൾ കണ്ടെത്തുന്നുണ്ടോ അതിന്റെ മുഴുവൻ നിയമങ്ങൾ ഇമാമുന ശാഫിഈയുടെ കാലത്തും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കാലത്തും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും മാലിക് ബിൻ അനസിന്റെ കാലത്ത് അവരും അവരുടെ ശിഷ്യന്മാരും കൂടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഇടപാട് എന്താണോ ആ ഇടപാടിന്റെ ഇസ്ലാമിക വിധി അവർ രേഖപ്പെടുത്തി വെച്ച മദ്ഹബിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും കണ്ടെത്താൻ നമുക്ക് സാധിക്കും. മദ്ഹബിൽ നിന്ന് കണ്ടെത്താൻ ആ മുആമലാത്തിന്റെ വ്യവസായങ്ങളടക്കം ഇടപാടുകളടക്കം എല്ലാം അടങ്ങുന്ന മുആമലാത്ത് വളരെ നീണ്ടു കിടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് കാണുന്നത് എന്താണ്? മുനാക്കഹാത്ത് എന്ന് വെച്ചാല് വൈവാഹിക വിവാഹ നിയമങ്ങൾ, വിവാഹമോചന നിയമങ്ങൾ, വിവാഹമോചനത്തിന്റെ വിവിധ ഇനങ്ങൾ, കുടുംബത്തിൽ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർ ആരൊക്കെ, ഈ ചർച്ചകൾ. ഈ മുനാക്കഹാത്തിൽ കഴിഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രം ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് രൂപപ്പെടുമ്പോൾ എന്തൊക്കെ ശിക്ഷാ നിയമങ്ങളുണ്ടാകും, എന്തൊക്കെ സാമ്പത്തിക നിയമങ്ങളുണ്ടാകും, എന്തൊക്കെ രാഷ്ട്രീയ നിയമങ്ങളുണ്ടാകും, ഈ നിയമങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വിധം ജിനായാത്ത് എന്ന പേരിൽ ഒരു ഭാഗം. ഇതാണ് സമ്പൂർണ്ണ. ഇത് ഹനഫി മദ്ഹബിലുണ്ട്, മാലിക്കി മദ്ഹബിലുണ്ട്, ശാഫിഈ മദ്ഹബിലുണ്ട്, ഹംബലി മദ്ഹബിലുണ്ട്. ഈ 4 മദ്ഹബുകൾ മാറ്റി നിർത്തിയാൽ മറ്റൊരാളുടെ മദ്ഹബും വിവിധം ക്രമീകരിക്കപ്പെടുകയോ സമ്പൂർണമായി രേഖപ്പെടുത്തപ്പെടുകയോ ചെയ്യില്ല. തന്നിമിത്തം അവരവരുടെ ജീവിതകാലത്ത് കഴിഞ്ഞുപോയ ശേഷം പിന്നീട് വരുന്ന തലമുറക്ക് മറ്റുള്ളവരുടേതൊന്നും കിട്ടിയില്ല. ഈ 4 പേരുടേത് ഈ 4 പേരുടേത് കിട്ടിയതാണ് ഈ 4 മദ്ഹബ്. 4 ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിറക്കിയ വേദമായ ഖുർആനും ആ വേദത്തിന്റെ വിശദീകരണമായ തിരുമൊഴികളാകുന്ന സുന്നത്തും ക്രോഡീകൃതമായപ്പോൾ ആ ക്രോഡീകൃതമായതിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് അതിനെ കണ്ടെത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ, അത് നിർദ്ധാരണം ചെയ്ത് രേഖപ്പെടുത്താൻ, അതിനു വേണ്ട തത്വങ്ങളാവിഷ്കരിച്ച് നിയമങ്ങളാവിഷ്കരിച്ച് അതിനു വേണ്ട വലിയ ബുദ്ധി ഉപയോഗിച്ച് സേവനം ഉപയോഗിച്ച് വളരെ കുറഞ്ഞ കാലം അല്ലാഹു ആയുസ് നൽകിയിട്ടുള്ള ഇമാമുന ശാഫിഈയെ പോലുള്ളവരൊക്കെ അതിനായി തന്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചുകൊണ്ടാണ് മഹാനവർകൾ ജീവിച്ചുകൊണ്ട് ഈ മദ്ഹബ് രേഖപ്പെടുത്തിയത്. ഇത് നമുക്കൊന്ന് തിരിയാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരന്മാരെ, ഞാൻ നിസ്കാരവുമായി ബന്ധപ്പെട്ട് മാത്രം ചെറിയൊരു ഉദാഹരണം പറയാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം ഇത് ഹദീസിൽ എങ്ങനെ വിവരിക്കപ്പെടും? ഹദീസിൽ വിവരിക്കപ്പെടുന്ന രൂപവും നമ്മൾ പ്രവർത്തിക്കുന്ന രൂപവും ഒരുപോലെ നമുക്ക് മനസ്സിലാക്കാം. ഒരാൾ വുദുവോടുകൂടെ കഅബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നിന്നു എന്ന വിധം അല്ലാഹു കൽപ്പിച്ച കഅബയിലേക്ക് തിരിഞ്ഞ് ആ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് കൈ ഉയർത്തി, ആ കൈ ഉയർത്തൽ കഴിഞ്ഞ് കൈ എവിടെയോ വെക്കും. നെഞ്ചിന് ചുവട്ടിൽ പൊക്കിളിന് താഴെ വെക്കുന്നവരുമുണ്ട്, പൊക്കിളിന് മീതെ വെക്കുന്ന ശാഫിഈ മദ്ഹബുമുണ്ട്. ഈ മദ്ഹബ് പ്രകാരം കൈവെക്കും. കൈവച്ചിട്ട് പിന്നെ ഫാത്തിഹ സൂറത്തോതും, അത് കഴിഞ്ഞിട്ട് സൂറത്തോതും. ആ സൂറത്ത് കഴിഞ്ഞതിന്റെ ശേഷം റുക്കൂഅ് ചെയ്യും. ആ റുക്കൂഅ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഉയരും. അത് കഴിഞ്ഞാൽ പിന്നെ സുജൂദിലേക്ക് പോകും, വീണ്ടും ഒന്നിരിക്കും, പിന്നെ സുജൂദിലേക്ക് വീണ്ടും പോകും. ആ സുജൂദ് കഴിഞ്ഞിട്ട് ഒന്നിരിക്കും, ഇരുന്നിട്ട് വീണ്ടും എഴുന്നേൽക്കും. ഒരു റക്അത്ത്, അങ്ങനെ 4 റക്അത്ത് ളുഹർ, 5 നേരത്തെ നിസ്കാരങ്ങൾ. അതിന്റെ റക്അത്ത് സഹിതം നമുക്കൊന്ന് മനസ്സിലാവുമല്ലോ. ഈ കാണുന്നൊരു നിസ്കാരം റസൂലുള്ളാഹിയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയാൽ നബി നിന്നപ്പോൾ എങ്ങനെ നിന്നിരിക്കും? എങ്ങനെ നിന്നിരിക്കും?
ഇത് പഠിക്കണ്ടേ? എങ്ങനെ നിന്നിരിക്കും? നിൽക്കാന്ന് പറഞ്ഞാൽ നമ്മളെ കാൽപാദം നിലത്തി വെച്ചിട്ടല്ലേ നിൽക്കുക. കാൽപാദം നിലത്തി വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് നിൽക്കുമ്പോൾ ആ രണ്ട് കാൽപാദത്തിനിടയിൽ എത്ര അകലമുണ്ട്? നബിയുടെ കാൽപാദത്തിന്റെ മടമ്പ് ഈ ഭാഗത്തേക്കും വിരലുകൾ മുൻഭാഗത്തേക്കും വരുമ്പോ കാൽമടമ്പുകളും വിരലുകളും ഒരേ ദിശയിലേക്ക് നേരെ നിൽക്കുന്ന വിധമാണോ, അതല്ല മടമ്പുകൾ നിന്ന് അല്പം വിരലുകൾ വികസിച്ചിട്ട് ഇങ്ങോട്ട് തെറ്റി നിൽക്കുന്ന വിധം ഇങ്ങനെയോ? വരാലോ, രണ്ടും വരാം. നമ്മൾ നിൽക്കുന്നു നോക്കി, ഒരു ചിട്ടയില്ലാതെ നമ്മളങ്ങനെ നിന്നോക്കിയാൽ എങ്ങനെയെങ്കിലുമൊക്കെ നിൽക്കുമല്ലോ. ആ നിൽക്കല് വിരലുകൾ ഇങ്ങനെ കിബിലയിലേക്ക് വരുന്ന വിധം കാല് വെക്കണമോ, അതല്ല ഇങ്ങനെ വെക്കുന്ന വിധം വെക്കണമോ? തിരിയില്ലല്ലോ. കാൽമുട്ടുകൾക്ക് എത്ര അകലമുണ്ട്? കാൽമുട്ടുകൾക്ക് എത്ര അകലമുണ്ട്? കൈവെക്കുമ്പോൾ ഉയർത്തിയിരുന്നു എന്ന് കേൾക്കുക അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോ ഉയർത്തൽ എപ്പം തുടങ്ങി, എപ്പം അവസാനിച്ചു? ഉയർത്തൽ എവിടം വരെ എത്തി? ആ ഉയർത്തൽ വന്നപ്പോ എങ്ങനെയാണ് കൈവച്ചത്? അല്ലാഹു അക്ബർ. നിങ്ങളിങ്ങനെ ചിന്ത ആലോചിച്ചോക്കണി. നിങ്ങൾ നിസ്കരിക്കുമ്പോ പലരും ഇങ്ങനെ പറഞ്ഞിട്ട് നിയ്യത്ത് ഇങ്ങനെ വെച്ചിട്ട് അല്ലാഹു അക്ബർ എന്നാകും. ഇങ്ങനെയല്ലല്ലോ നിസ്കാരം. തങ്ങളുടെ നിസ്കാരം എങ്ങനെയല്ല. ഞാൻ നിസ്കാരം പഠിപ്പിക്കല്ല, ഉദാഹരണം പറയാണ്. ആ നിസ്കാരം എങ്ങനെയാ? ഇങ്ങനെ നിൽക്കുന്നിടത്ത് നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ തുടങ്ങലും അക്ബർ എന്ന് പറയുമ്പോൾ കൈ ഇവിടെ എത്തലും ഒപ്പം കഴിയും. അക്ബർ കഴിഞ്ഞിട്ടാ പിന്നെ കൈ ഇങ്ങോട്ട് കൈ ഇവിടുന്ന് പോരുന്നത് അക്ബർ കഴിഞ്ഞിട്ടാണ്. അല്ലാഹു അക്ബർ ഷാഫി മദ്ഹബ് അങ്ങനെയാ. അല്ലാഹു അക്ബർ ഇങ്ങനെ വെച്ചാല് 5 വിരലുകളും നേർക്കുനേരെ തന്നെ നിന്ന് ഈ വിരലുകൾക്കിടയിൽ അല്പം വിടവുണ്ടായിട്ട് എന്നാൽ വിട്ടുപോകാതെ 5 വിരലുകളും ഈ കൈപ്പത്തി ഇതേപോലെ പിടിച്ചിട്ട് ചുമലിനു നേരെ, അതായത് പെരുവിരൽ ചെവിത്തൊട്ടിക്ക് നേരെയും മറ്റു വിരലുകൾ ചെവിയുടെ മറ്റു ഉയരഭാഗത്തേക്കും വരുന്ന വിധം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴേക്ക് ഉയർന്നു കഴിയണം. അത് ഉയർന്നു കഴിഞ്ഞ ശേഷം ഇങ്ങനെ വെക്കണം. ഇങ്ങനെയാണ് അള്ളാന്റെ റസൂല് ചെയ്തത്. ഇത് നബി നിസ്കരിച്ച 1-ാം തീയതി മുതൽക്ക് നിസ്കാരം അവസാനിപ്പിച്ച നബിയുടെ വഫാത്ത് വരെ നബി ഇങ്ങനെ തന്നെ ചെയ്തു എന്നാണ് റിപ്പോർട്ട്. എന്തെങ്കിലും മാറിയില്ല എന്ന് കാണുന്നതല്ല നമ്മൾ പറയുന്നത്. റിപ്പോർട്ട് ചെയ്യുമ്പോ നബിന്റെ നിസ്കാരം ഒരേ ഇനമാണല്ലോ. കാല് വെച്ചതങ്ങനെ സുജൂദിൽ വെക്കുന്നു, കൈ വെക്കുന്നു, കാല് വെക്കുന്നു, മുട്ട് വെക്കുന്നു, മൂക്കും വെക്കുന്നു. ഇതെല്ലാം വെക്കുന്ന സുജൂദില് നെറ്റിയാണോ ആദ്യം വെച്ചത്, കൈയാണോ വെച്ചത്, കാലാണോ വെച്ചത്? നമുക്കറിയില്ലല്ലോ. കാലിന്റെ മുട്ടാണോ കൈയാണോ വെച്ചത്? തിരിയൂല. റസൂലുള്ളാഹിന്റെ നിസ്കാരത്തില് കൈ 7 എല്ലുകൾ വെച്ചു സുജൂദിൽ. 7 എല്ലുകളിൽ നിന്ന് ഏത് ആദ്യം വെച്ചു, ഏത് പിന്നെ വെച്ചു, ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാവൂല. എല്ലാം കൂടി നബിയുടെ നിസ്കാരം തിരിഞ്ഞാലും ഈ നിസ്കാരത്തിന്റെ ആകെ മൊത്തം രൂപത്തിൽ നിന്ന് നമസ്കാരം എന്ന ഫർദ് വീടാൻ ആവശ്യമായ നിർബന്ധമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? നബി തങ്ങൾ നിർബന്ധമായ ഘടകങ്ങളെ പോലെ തന്നെ ശുദ്ധമായി, ശുഷ്കമായി, സൂക്ഷ്മമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ നിസ്കാരത്തിൽ നബി തങ്ങൾ സൂക്ഷ്മമായി തന്നെ നബി തങ്ങളുടെ സുന്നത്തുകളും പാലിച്ചിട്ടുണ്ട്. നിർബന്ധത്തിനായി പ്രത്യേക പാലനവും സുന്നത്തിന് അതിൽ താണപാലനവുമല്ല, നിർബന്ധം പാലിച്ചതുപോലെ സുന്നത്തുകളും പാലിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണല്ലോ നബിയുടെ നിസ്കാരത്തിന്റെ രൂപം. ഇതിലേതൊക്കെ സുന്നത്താണ്, ഏതൊക്കെ നിർബന്ധമാണ്, എന്തൊക്കെ ഒഴിവായാൽ നിസ്കാരം കിട്ടാതെ വരും, എന്തൊക്കെ ഒഴിവായാലും നിസ്കാരം കിട്ടും. ഇത് തിരിയൽ മഹാവരനുഗ്രഹമല്ലേ? എന്റെ ഉമ്മപങ്ങന്മാരെ, സഹോദരന്മാരെ, ആലോചിക്കണം. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് മുത്തനബിയുടെ നമസ്കാരത്തെ സമ്പൂർണമായി അനുകരിക്കാൻ പഠിച്ചു പൂർത്തിയായാൽ തന്നെ നമുക്ക് സാധ്യമാകുമോ? സാധ്യമാകുമോ നബി അനുകരിക്കാൻ? വലൻ തസ്തതിഊ സദ്ദിദൂ വഖാരിബൂ. അല്ലാഹുവിന്റെ റസൂല് ഈ ദീനിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കൃത്യമായി കൊണ്ടതിന്റെ നിയമങ്ങൾ ഒപ്പുവലിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ സാധ്യമല്ല. ദീനിനോട് മത്സരിച്ചുകൊണ്ട് വാശിയോടുകൂടെ ഞാനത് ശരിക്കും നിർവഹിക്കുമെന്ന് വാശി പിടിക്കാൻ ഒരാൾ തിരിഞ്ഞാൽ സാധ്യമല്ല കേട്ടോ. ഒരാൾക്കും സാധ്യമല്ല. വീഴ്ചകൾ സംഭവിക്കും, സമ്പൂർണമായി സാധ്യമല്ല. എന്നാൽ ആവും വിധം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച കൃത്യതയോടൊക്കാൻ വേണ്ടി പരിശ്രമിക്കുക.
വതാബിഅൻ ലാ തഅദിലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ എങ്ങനെയാണ്? നിസ്കാരത്തിലാണെങ്കിലും സക്കാത്തിലാണെങ്കിലും ഹജ്ജിലാണെങ്കിലും നോമ്പിലാണെങ്കിലും കർമ്മങ്ങൾ എന്തിലാണെങ്കിലും ഇടപാടുകളിലാണെങ്കിലും വൈവാഹിക ജീവിതത്തിലാണെങ്കിലും കുടുംബ ബന്ധത്തിലാണെങ്കിലും ഭാര്യമാരോടിടപെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വരെ മുത്തുനബി തങ്ങൾ തന്റെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട് നടത്തിയ ലൈംഗികാസ്വാദനത്തിലെ സംഭോഗത്തിന്റെ രൂപം വരെ ഹദീസുകളിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളതിൽ നിന്ന് സുന്നത്തേതാണ്, ഫർളേതാണ്, പരിപൂർണമായത് ഏതാണ്, ചുരുക്കമേതാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്കെങ്ങനെ ഹദീസ് കൊണ്ട് തിരിയും, നമുക്കെങ്ങനെ ഖുർആൻ കൊണ്ട് തിരിയും? അപ്പോൾ റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിൽ നിന്ന് ഒരൊറ്റ നിസ്കാരത്തിന് മാത്രം 1000കണക്കിന് മസ്അലകൾ, വിഷയങ്ങൾ പഠിക്കാനുണ്ട്. ഒരു നിസ്കാരം ളുഹർ എന്ന ഒരു നിസ്കാരം നിർവഹിക്കുമ്പോ ളുഹർ എന്ന നിസ്കാരത്തിനുള്ള ശുദ്ധീകരണം മുതൽക്ക് നജസ് വല്ലതുമായെങ്കിൽ അത് വൃത്തിയാക്കുന്നത് മുതൽക്ക് അതിന്റെ ഓരോരോ കാര്യങ്ങളും നമ്മൾ നിസ്കാരത്തിന്റെ ശർത്ത് പഠിച്ചേടം മുതൽക്ക് ചിന്തിച്ചാൽ 10,000കണക്കിന് വിഷയങ്ങൾ ഒരു ളുഹർ നിസ്കരിക്കുന്ന മനുഷ്യന് മസ്അലയുണ്ട്. ഈ 10,000കണക്കിന് മസ്അലകളിൽ നിന്ന് നിസ്കാരം എന്ന ആ ളുഹർ എന്ന ഫർദ് വീടാൻ എന്തൊക്കെ ഘടകങ്ങളാണ്, എന്തൊക്കെ നിസ്കാരത്തിന്റെ അകത്തുപെട്ട ഘടകങ്ങളാണ്, എന്തൊക്കെ നമസ്കാരത്തിന്റെ പുറത്തുള്ള നിബന്ധനകളാണ്, ഇത് രണ്ടും നഷ്ടപ്പെട്ടാൽ നമസ്കാരം കിട്ടില്ല, നമസ്കാരം സാധുവല്ല. ഇതാര് പറയണം? എങ്ങനെ പറയണം? എങ്ങനെ കണ്ടെത്തണം? ഇതിനെന്താണ് നിശ്ചയിക്കേണ്ട പേര്? ആ പേര് നിശ്ചയിച്ചിട്ട് എന്തൊക്കെയാണ് ശർത്തെന്ന് പറയണം, എന്തൊക്കെ ഫർളെന്ന് പറയണം, എന്തൊക്കെ സുന്നത്തെന്ന് പറയണം, എന്തൊക്കെ അതിൽ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട എന്ന വിധം അനുവദനീയമായ മുബാഹ് എന്ന് പറയണം. ഇത് വിസ്തരിച്ചു തരുന്ന ധർമ്മമാണ് നമസ്കാരത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും ബാബിലെ മദ്ഹബിന്റെ ധർമ്മം. നമ്മൾ ചെയ്യുന്ന ഇടപാടുകളിൽ നിന്ന് സാധാരണമായ ഇടപാടുകളിൽ തന്നെ ചിലതൊക്കെ സാധുവാകും, ചിലതൊക്കെ സാധുവാകില്ല. ചിലത് ഇന്ന് കണ്ടെത്തിയതാണ്, ചില നാളെ കണ്ടെത്താനിരിക്കുന്നതാണ് എന്ന് വെച്ച് നബിയുടെ കാലത്തിലെ ഇടപാടുകൾ നടത്തല്ല. അറിയാൻ പറ്റുമോ? അതാരും പറയുന്നില്ല. മൗലൂദ് മാത്രമേ പറ്റൂ. മൗലൂദ് ആവുമ്പോ നബിയുടെ കാലത്തില്ല, അതുകൊണ്ട് പറ്റില്ല. ഇടപാടോ? ഇടപാട് പിന്നെ ആരാ കാണിക്കാൻ? എന്തിടപാട് നടത്തണം, എങ്ങനെ ഇടപാട് നടത്തണം എന്ന് കാണിക്കാൻ പറഞ്ഞയച്ചവരല്ലേ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിനെ ഭാര്യമാരുമായി എങ്ങനെ ബന്ധപ്പെടണമെന്നും നിങ്ങളുടെ വൈവാഹിക നിയമത്തിന്റെ നിയമങ്ങൾ എന്താണെന്നും പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കപ്പെട്ടവരല്ലേ മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലുമുള്ള എല്ലാ നിയമങ്ങളെയും സമ്പൂർണമായി അവതരിപ്പിക്കാനും സമ്പൂർണമായി മാതൃക കാണിച്ചു തരാനും വേണ്ടി നിയോഗിക്കപ്പെട്ടവരല്ലേ മുഹമ്മദ് മുസ്തഫ. പിന്നെ ആ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ദീനിന്റെ അകത്ത് ഇടപാടിൽ നബിയുടെ കാലത്തില്ലാത്തത് പറ്റുമെന്ന് കാണുന്നവൻ എന്തുകൊണ്ട് നമുക്കൊരു മൗലൂദ് നബിന്റെ കാലത്തില്ലെങ്കിൽ പറ്റൂലേ എന്ന് നോക്കാം എന്ന് ചിന്തിക്കുന്നില്ല? ആലോചിക്കേണ്ട വിഷയമല്ലേ? ഇതാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകൾ കാണിച്ചത്. നബിന്റെ കാലത്തുണ്ടോ നോക്കിയിട്ടല്ല പരിശുദ്ധ ഇസ്ലാം. നബിന്റെ കാലം എന്നത് 23 കൊല്ലമാണ് നബുവത്തിന്റെ കാലം. ആ 23 കൊല്ലത്തെ ജസീറത്തുൽ അറബാണോ ലോകം? നബി ആകെ ജസീറത്തുൽ അറബിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ആ കറങ്ങിയിട്ടുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ലോകമാണോ ലോകം? ലോകത്തെന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നും ലോകത്തെന്തെല്ലാം പുതുതായി ഉണ്ടായി നബിയുടെ വേർപാടിന് ശേഷം. ഇനിയും ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങൾ കണ്ടെത്താനിരിക്കുന്നു, ഏതെല്ലാം സൗകര്യങ്ങൾ വരാനിരിക്കുന്നു. അന്നത്തെ സൗകര്യങ്ങളൊക്കെ കൂടുമ്പോ ജീവിതത്തിന്റെ വികാസം ഉണ്ടാവില്ലേ? ആ വികാസത്തിൽ പ്രശ്നങ്ങൾ കൂടില്ലേ? മേഖലകൾ വരുമ്പോ അതിനനുസരിച്ച് നിയമങ്ങൾ വേണ്ടേ? എവിടെയാണ് ഈ നിയമം? അല്ലാഹുവിന്റെ ഖുർആനിൽ വേണം, റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ വേണം. ഇനി വഹി വേറെ ഇറങ്ങാനില്ല. അല്ലാഹുവിന്റെ കിതാബ്, റസൂലുള്ളാഹിന്റെ സുന്നത്ത്, ഈ വഹീൽ ഇത് വേണം. ഈ വേണമെന്നിടത്ത് എല്ലാവരും സമ്മതിക്കുമ്പോ ആ വേണമെന്നത് അള്ളാന്റെ കിതാബിലില്ല, റസൂലുള്ളാഹിന്റെ സുന്നത്തിലില്ല എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഇസ്ലാമിലും അതില്ല എന്ന് പറയാൻ എളുപ്പമാണ്. ഇസ്ലാമിലും അതില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമുക്കത് പറ്റില്ല. നമുക്കത് പറ്റുമല്ലോ. വിശുദ്ധ ഇസ്ലാം തിബിയാനുൽ ലികുല്ലി ശൈ, വിശുദ്ധ ഖുർആൻ തിബിയാനുൽ ലികുല്ലി ശൈ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ദീൻ എന്നത് സമ്പൂർണമാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും എന്ന് കാലത്ത് ഏത് സമൂഹത്തിൽ ഏത് സാഹചര്യത്തിൽ വരുന്ന എല്ലാ സൗകര്യമുള്ള കാലത്തെയും നിയമങ്ങൾ വിശുദ്ധ ഖുർആനിൽ വേണം. ആ വിശുദ്ധ ഖുർആനിലുള്ളത് ഇസ്ലാമിൽ വേണം. ഇതിൽ നിന്ന് നിയമങ്ങളും വിധിവിലക്കുകളും മാത്രം ക്രോഡീകരിക്കുന്ന ദൗത്യം നിർവഹിച്ചു ആര്?
ഞാൻ നേരത്തെ പറഞ്ഞ 4 മദ്ഹബിന്റെ ഇമാമുകൾ. അവരോടൊപ്പം മറ്റു പലരും നിർവഹിച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവരുടേത് ക്രോഡീകരിച്ച് നമുക്ക് കിട്ടിയില്ല. ഇമാമുന ശാഫിയുടേതും അബൂ ഹനീഫയുടേതും അഹ്മദ് ബിൻ ഹംബലിന്റെയും മാലിക്കിന്റേതും റളിയല്ലാഹു അൻഹും ഈ 4 മഹത്തുക്കളുടേത് അവരുടെ കാലത്ത് അവരുടെ ശിഷ്യന്മാർ മുഖേനയും ശേഷം വന്ന ശിഷ്യന്മാർ മുഖേനയും സമ്പൂർണമായി അതിന്റെ അധ്യായത്തിന്റെ തുടക്കം മുതൽക്ക് അവസാനത്തെ ഇസ്സത്ത് വരെയുള്ള മുഴുവൻ ഭാഗവും രേഖപ്പെടുത്തി വെക്കപ്പെട്ടു. അത് നമുക്കിന്ന് ലഭ്യമായ സമ്പൂർണമായ ഈ 4 മദ്ഹബിന്റെ സമ്പൂർണത ബോധ്യപ്പെടുത്താൻ അതിന്റെ വാഹകരെന്നും തയ്യാറുമാണ്, അതിന്റെ വക്താക്കൾ എന്നും ഒരുക്കവുമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നമെടുത്ത് ചോദിച്ചു നോക്കൂ. ഇപ്പം ചോദിക്കാനല്ല ഞാൻ പറയുന്നത്. ഇപ്പം ചോദിച്ചാൽ നിങ്ങൾ എന്നോടാ ചോദിക്കുന്നത്, എനിക്കതെല്ലാം കിട്ടിക്കൊള്ളണമെന്നില്ല. അതേ സമയത്ത് മദ്ഹബിന്റെ ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ച ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ കുറച്ചു കാലത്തെ പരിശ്രമത്തിന് ശേഷം ലോകത്ത് ജനിക്കാനിരിക്കുന്ന പിറക്കാനിരിക്കുന്ന സംഭവങ്ങൾ അടക്കമുള്ള മുഴുവത്തിന്റെയും പ്രശ്നത്തിന്റെ പരിഹാരം റസൂലുള്ളാഹിന്റെ ദീനിൽ നിന്ന്, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന്, മദ്ഹബിന്റെ